പിൻഗാമി ആരായിരുന്നാലും ചൈനീസ് ഭരണകൂടത്തിന്റെ അംഗീകാരം വേണം. തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന ദലൈലാമയുടെ പ്രഖ്യാപനത്തോട് ചൈന പ്രതികരിച്ചത് പിൻഗാമിയെ നിശ്ചയിക്കേണ്ടത് തങ്ങളാണെന്ന അധികാരത്തിന്റെ ഭാഷയിലായിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടാൻ മറ്റാർക്കും അധികാരമില്ലെന്ന് ചൈനയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ദലൈലാമയും മറുപടി നൽകി. ഈ രണ്ട് പ്രതികരണങ്ങളിൽ നിന്നും ലോകം മനസ്സിലാക്കിയത് ഇത്രയുമാണ്: പതിറ്റാണ്ടുകളായി തുടരുന്ന ടിബറ്റ് ചൈന സംഘർഷത്തിന് അയവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യങ്ങൾ അല്പം കൂടി വഷളാകുന്നു. ദലൈലാമ ചൈനയ്ക്ക് എന്നും വിഘടനവാദിയാണ്. 1959 ചൈനീസ് അധിനിവേശത്തെ തുടർന്നാണ് ഒരു സാധാരണ സൈനികന്റെ വേഷത്തിൽ ലാസയിൽ നിന്ന് 14-ാം ദലൈലാമ തന്റെ ശിഷ്യന്മാരുമായി പലായനം ചെയ്യുന്നത്. 24-ാം വയസ്സിലാണ് ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടുന്നത്. ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന് അവകാശപ്പെടുമ്പോൾ പോലും ചൈന നേരിട്ടിരുന്ന വെല്ലുവിളി ആ ജനതയുടെ പ്രത്യേക വിശ്വാസവും സംസ്കാരവുമായിരുന്നു. ദലൈലാമയ്ക്കുണ്ടായ ജനപ്രീതിയും അംഗീകാരവും മോവ മുതൽ ഷീ ജിൻപിങ് വരെയുള്ള ചൈനയുടെ ഉന്നത നേതൃത്വത്തിന് തലവേദനയും സൃഷ്ടിച്ചു. അതിനെ പ്രതിരോധിക്കാൻ ചൈന കണ്ടെത്തിയ പ്രതിരോധ മാർഗമായിരുന്നു ടിബറ്റൻ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള അടിച്ചമർത്തൽ നീക്കങ്ങൾ. 1995 ടിബറ്റൻ ബുദ്ധമതത്തിന്റെ 2ാമത്തെ ഉന്നത പദവിയിലേക്ക് ദലൈലാമ നിർദ്ദേശിച്ച 5 വയസ്സുള്ള പഞ്ചൻ ലാമയെ കാണാതാവുകയും പകരം ചൈന നിയോഗിച്ച പഞ്ചൻ ലാമ അധികാരത്തിൽ വരികയും ചെയ്തു. നിലവിലെ ചൈനീസ് ഭരണകൂടത്തോട് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ടിബറ്റൻ ലാമമാരെയും ഭരണകൂടം വളർത്തിയെടുത്തിട്ടുണ്ട്. പരമ്പരാഗത രീതിയിൽ ദലൈലാമയുടെ പിൻഗാമിയെ കണ്ടെത്തുന്ന പ്രക്രിയ ചൈനീസ് സർക്കാർ നിർത്തലാക്കുന്നത് 2004-ലാണ്. ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ ദലൈലാമയുടെ പിൻഗാമിയെ തിരയുന്നതും തിരിച്ചറിയുന്നതും സംബന്ധിച്ച പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് 2007 ഉത്തരവിടുകയും ചെയ്തു. പരമ്പരാഗതമായ വിശ്വാസങ്ങൾക്ക് പകരം ദലൈലാമയെ തെരഞ്ഞെടുക്കുന്നതിനായി ഗോൾഡൻ ഏൺ രീതി എന്ന് വിളിക്കപ്പെടുന്ന നറുക്കെടുപ്പ് രീതിയും കൊണ്ടുവന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ആത്മീയ വശങ്ങളെ ചോദ്യം ചെയ്ത ദലൈലാമ ഈ നടപടിയെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ചെയ്തത്. തന്റെ പിൻഗാമിയെ കണ്ടെത്തേണ്ടത് ചൈനീസ് നിയന്ത്രണത്തിലുള്ള ഒരിടത്തു നിന്നല്ല, സ്വതന്ത്രമായ ഒരു രാജ്യത്ത് നിന്നായിരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് തനിക്ക് പിൻഗാമി വരുന്നെന്ന് കഴിഞ്ഞ ദിവസം ദലൈലാമ പ്രഖ്യാപിച്ചത്. നൂറ്റാണ്ടുകൾ നീണ്ട തത്വമനുസരിച്ച് ദലൈലാമയുടെ തെരഞ്ഞെടുപ്പിന് ചൈനയുടെ അംഗീകാരം വേണമെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും പറഞ്ഞുകൊണ്ട് ദലൈലാമയുടെ പ്രഖ്യാപനത്തെ ചൈന തള്ളുകയാണുണ്ടായത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം പിൻഗാമി വരുന്നത് ടിബറ്റിൽ പിടിമുറുക്കുന്നതിനുള്ള തന്ത്രപരമായ ഒരു അവസരമാണ്. പിൻഗാമിയായി കണ്ടെത്തുന്നത് ഒരു കുട്ടിയാണെങ്കിൽ കുട്ടി മുതിർന്ന് നേതൃപദവിയിൽ എത്തുന്നത് വരെയുള്ള അധികാരശൂന്യത ചൈനയ്ക്ക് ടിബറ്റിൽ പിടിമുറുക്കുന്നതിനുള്ള അവസരമായി മാറ്റാനാകും. പ്രായപൂർത്തിയായ ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും പരമ്പരാഗതമായ പുനർജന്മ പ്രക്രിയയാണ് പിൻഗാമിയുടെ പ്രഖ്യാപനത്തിന് സ്വീകരിക്കുന്നതെങ്കിൽ പിൻഗാമി കുട്ടിയായിരിക്കാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയെങ്കിൽ 95 ദലൈലാമ തെരഞ്ഞെടുത്ത പഞ്ചൻ ലാമ അപ്രത്യക്ഷനാകുകയും ബെയ്ജിംഗ് അവർ തെരഞ്ഞെടുത്ത പഞ്ചൻ ലാമയെ നിയമിക്കുകയും ചെയ്തതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാമെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. നിലവിൽ ഇന്ത്യയിലാണ് ദലൈലാമയുള്ളത്. ലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വലിയ രീതിയിൽ തന്നെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്. ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചൈനയുടെ നിലപാടിനെ തള്ളി ഇതിനകം ഇന്ത്യ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ US-ന്റേതും. 80കൾ മുതൽ ടിബറ്റൻ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നുണ്ട്. ദലൈലാമയുടെ 90ാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്കായി ധർമ്മശാലയിലെ തെരുവുകൾ ഒരുങ്ങുകയാണ്. ദലൈലാമയുടെ ചിത്രം പ്രദർശിക്കുന്നത് പോലും നിരോധിച്ചിട്ടുള്ള ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾ ആ ദിവസം കൊണ്ടാടുന്നുണ്ടെങ്കിൽ അത് അതീവ രഹസ്യമായിട്ടായിരിക്കും. നേരത്തെ ബുദ്ധമത ആഘോഷങ്ങളിൽ പങ്കെടുത്തതിന് ഡസൻ കണക്കിന് ആളുകളെ ചൈന അറസ്റ്റ് ചെയ്തിട്ടുള്ളതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ധർമ്മശാലയിലെ സമ്മേളനത്തിന് മുന്നോടിയായി ടിബറ്റൻ ഗ്രാമങ്ങളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. മരിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ടിബറ്റ് സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹം ദലൈലാമ അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് ഉറപ്പു നൽകിയാൽ മാത്രമേ അദ്ദേഹം അതിന് മുതിരുകയുള്ളൂ. ടിബറ്റ് ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പരസ്യമായി ദലൈലാമ അംഗീകരിക്കുകയും ചൈനയിലെത്തിയാൽ അവിടെ തുടരുകയും ചെയ്യണമെന്നാണ് ചൈനയുടെ ആവശ്യം. എന്റെ കിടക്കയിൽ ചൈനക്കാർ ഇരുന്നുകൊണ്ടുള്ള ഒരു മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യക്കാർ, എന്റെ സുഹൃത്തുക്കൾ, അവർ എനിക്ക് സമീപം കിടക്കയിലിരിക്കുമ്പോഴുള്ള മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ഇതിനു മറുപടിയായി ദലൈലാമ പറഞ്ഞത്. ലാമ തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നത് ആഗോളതലത്തിൽ എങ്ങനെയായിരിക്കും ബാധിക്കുകയെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും.